വയനാട്ടിലേക്ക് പോകാം. വയനാട് പുൽപ്പള്ളിയിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു. ചീയമ്പം കോളനിയിലെ സുധൻ ആണ് മരിച്ചത്. പുൽപ്പള്ളിയിലും നടവയൽ ചിറ്റാലൂർ കുന്നിലും കിണർ ഇടിഞ്ഞു താഴ്ന്നു. നൂൽപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് പുത്തൂർ കോളനിയിൽ വെള്ളം കയറി. വയനാട്ടിൽ 3 ഇടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്തുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. സുർജിത്ത്, മലയോര മേഖലയായതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ പോലെയുള്ള ഒരു സാഹചര്യം ഈ കനത്ത മഴയിൽ വയനാട് ഉണ്ടാകും. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് വൈദ്യുതി കമ്പി പൊട്ടി വീണിട്ടുള്ള അപകടത്തെക്കുറിച്ചാണ്. സുർജിത്ത്, എന്താണ് വയനാട്ടിലെ നിലവിലെ സാഹചര്യം? എവിടെയൊക്കെയാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്? ഗോപി, ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ദേശീയപാതയാണ്. അതായത് മൈസൂരുവിലേക്ക് പോകുന്ന ദേശീയപാതയാണിത്. ഇവിടെയാണ് ഈ നിലയിൽ വെള്ളം കയറിയിരിക്കുന്നത്. പൊൻകുഴി എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വെള്ളം കയറിയതിനെ തുടർന്ന് ഭാഗികമായ രീതിയിൽ തന്നെ വാഹനങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മഴ കനത്തു പെയ്താൽ സ്വാഭാവികമായും തൊട്ടടുത്തുള്ള മുത്തങ്ങപ്പുഴ കര കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുള്ള പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കോൺവോയ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, തൊട്ട് താഴെയുള്ള കല്ലൂർ പുഴയിലും സമാനമായ രീതിയിൽ തന്നെ പലയിടങ്ങളിലും ഇതുപോലെ തന്നെ കര കവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ചില അനിഷ്ട സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. കനത്ത മഴയിൽ വ്യാപകമായ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പേരിയ അയനിക്കൽ പത്മിനിയുടെ വീട് മരം വീണ് തകർന്നു. അതോടൊപ്പം തന്നെ ചോയ്മൂല കോളനിയിൽ റോഡിൽ മരം വീണു. അതോടൊപ്പം തന്നെ ആ പേരിയ മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വയനാട് പുൽപ്പള്ളിയിൽ പൊട്ടി വീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചീയമ്പം കോളനിയിലെ സുധനാണ് മരിച്ചത്. വീട്ടിൽ നിന്ന് വയൽ വഴി നടന്നു വരവെ ഷോക്കേൽക്കുകയായിരുന്നു. കെട്ടുപണി തൊഴിലാളിയാണ് ഈ സുധൻ എന്ന് പറയുന്ന ആൾ. ഇത്തരത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുൽപ്പള്ളി മേഖലയിൽ പലയിടത്തും സമാനമായ രീതിയിൽ തന്നെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ഈ പൊൻകുഴി പ്രദേശമാണ്. എന്തായാലും ഇവിടെ ധാരാളം ആളുകൾ ഇവിടെ കൂടി നിൽപ്പുണ്ട്. അവർ നമ്മോടൊപ്പം ചേരുകയാണ്. ഇത് എപ്പോഴും ഉള്ള സംഭവമാണോ? ഇവിടെ എങ്ങനെയാണ് മഴ കൂടുന്ന സമയത്ത് എല്ലാ വർഷവും ഇത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുൻകാലങ്ങളിലൊക്കെ ഇതിന് മുന്നേ ലോറിയൊക്കെ ബ്ലോക്കായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസമൊക്കെ നിരന്തരമായിട്ട് ഒരു ദിവസം സ്ഥിരമായിട്ട് ഇവിടെ മഴ പെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പറ്റാത്ത അവസരം ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഏറ്റവും കൂടുതൽ യാത്രകളും ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളും വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഇങ്ങനെ വരുമ്പോൾ വയനാട് ജില്ലയുടെ ടൂറിസം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ടൂറിസത്തിനെയൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. എന്തായാലും മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് നിയന്ത്രിക്കുന്നുണ്ട് വാഹനം. കാരണം ഇവിടേക്ക് 2 ഇടങ്ങളിലാണ്, ഈ റോഡിൽ 2 ഇടങ്ങളിലായാണ് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നിയന്ത്രണ പരിപാടികളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വനമേഖലയാണ്. വാഹനങ്ങൾ നിർത്തുന്നതിന് തടസ്സമുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ചില അനിഷ്ട സംഭവങ്ങൾ, ചില പ്രശ്നങ്ങളെല്ലാം തന്നെ വയനാട്ടിലുണ്ട്. കല്ലൂർ പുഴ കരകവിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പുഴങ്കുനി എന്ന് പറയുന്നൊരു കോളനിയുണ്ട്. അവിടെ നിന്ന് ആളുകളെല്ലാം തന്നെ ഇന്നലെ തന്നെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നൂൽപ്പുഴയും സമാനമായ രീതിയിൽ തന്നെ കര കവിഞ്ഞ് ഒഴുകുകയാണ്. നൂൽപ്പുഴ പ്രദേശത്ത് ആളുകളെ പുത്തൂർ എന്ന് പറയുന്ന ഒരു ട്രൈബൽ സെറ്റിൽമെൻ്റ് ഉണ്ട്. അവിടെ നിന്നും ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 3 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് വയനാട് ജില്ലയിൽ തുറന്നിട്ടുള്ളത്. അതെല്ലാം തന്നെ ഈ സുൽത്താൻ ബത്തേരി മേഖലയിലാണ്. ഈ ചീയമ്പത്ത് ഒരു കോളനിയിൽ അവർ 8 കുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന കിണർ ഇടിഞ്ഞു താഴ്ന്ന് ഒരു ഗുഹ പോലെയുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഇവിടെ വാഹനങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ കോൺവോയ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രമാത്രം ഒരു പ്രതിസന്ധി ഈ ഭാഗത്ത്, അതായത് ഈ ദേശീയപാതയിൽ ബാധിക്കുന്നുണ്ട്. ഇത് മൈസൂരുവിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ്. അവിടെയാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. മൈസൂരുവിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു.